ജമ്മു കശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന. രഹസ്യ വിവരത്തെ തുടർന്ന് പൂഞ്ചിൽ നടത്തിയ പരിശോധനയിലാണ് ഒളിത്താവളം കണ്ടെത്തിയത്. IEDകളും ഗ്രനേഡുകളും ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. അജീഷ്, ഇത് ഈ രഹസ്യ വിവരം ലഭിക്കുന്നു. നമ്മൾ ഈ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യ അത്രയും ശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഭീകരത തുടച്ചു നീക്കണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ കണ്ടെത്തുന്നു. അത് രഹസ്യ വിവരം എവിടെ നിന്നാണ് വന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സ്മിത, എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെ ജമ്മു കശ്മീരിൽ സുരക്ഷാ സേന കനത്ത ജാഗ്രതയിലാണ്. അതിനെ തുടർന്നാണ് ഈ ഒരു ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂഞ്ച് ജില്ലയിലെ ഖനേദർ മേഖലയിൽ ഈ സുരക്ഷാ സേന പരിശോധന നടത്തിയത്. ആർമിയുടെ റോമിയോ ഫോഴ്സും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ആയുധങ്ങളടക്കം കണ്ടെത്തിയത്. ഈ താവളം ഈ ഭീകരർ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് നിരവധി ആയുധങ്ങൾ കണ്ടെത്തി. അതിൽ ഈ 2 തോക്കുകളും അതേപോലെ തന്നെ അതിന്റെ വെടിയുണ്ടകളും IEDകളും അതേപോലെ തന്നെ ഗ്രനേഡുകൾ 6 ഗ്രനേഡുകൾ അടക്കം കണ്ടെത്തിയവയിലുണ്ട്. ഇവർ ഈ പ്രദേശത്തെ ഒരു ആക്രമണം ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് സുരക്ഷാ സേന പറയുന്നത്. എന്തായാലും ഈ ആക്രമണം ഇപ്പോൾ തടഞ്ഞു, അതിന് തടയിടാൻ സാധിച്ചു എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഈ പരിശോധനയും ഒപ്പം തന്നെ ജാഗ്രതയും തുടരുകയാണ്. ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് സുരക്ഷാ സേനയുടെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ജമ്മുകശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന. രഹസ്യ വിവരത്തെ തുടർന്നാണ് പൂഞ്ചിൽ പരിശോധന നടത്തിയത്.